ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നിലവിൽ എയർഫോഴ്സിന്റെ അഗ്നിവീർ തസ്തിക കൂടി അവൈലബിൾ ആണ്. അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൂടെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എനിവേ ഇപ്പോൾ നമ്മുടെ അഫ്കാറ്റിന്റെ തസ്തികയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് മുന്നോട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. അപ്പോൾ ആ ഒരു തസ്തികയുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. എക്സാം ആവാനായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ ചെക്ക് ചെയ്യാം. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിലേക്ക്, അതായത് അഫ്കാറ്റിലേക്കുള്ള വിജ്ഞാപനമായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. മിനിമം +2 സയൻസും അതുപോലെ തന്നെ ഡിഗ്രി ഗ്രാജുവേഷൻ ഒക്കെ ഉള്ളവർക്കും, അതുപോലെ തന്നെ ഗ്രാജുവേറ്റഡ് ആയി പിന്നെ ബിടെക് ഉള്ളവർക്ക്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്ട്രീം, അങ്ങനെ വിവിധ യോഗ്യതകൾക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകൾ ഇതിലുണ്ടായിരുന്നു. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തിക ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്കൗണ്ടൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകൾ ഇതിലുണ്ടായിരുന്നു. അങ്ങനെ നിരവധി തസ്തികകൾ ഇതിലുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് പൈലറ്റ് ഒക്കെ, അതായത് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് അതിന്റെ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകുന്ന കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ അഫ്കാറ്റിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരും. അതിൽ ആദ്യം നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു ഇമെയിൽ ID കൊടുത്തു കാണും. അപ്പോൾ ആ ഒരു ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്യാപ്ച കാണാൻ സാധിക്കും. ആ ഒരു ക്യാപ്ച ഇവിടെ കൊടുക്കുക, കൃത്യമായിട്ട് തെറ്റാതെ കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ലാഗ് അനുഭവപ്പെടുകയാണെങ്കിൽ, സൈറ്റ് ജാമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൽ ID ഒന്ന് ചെക്ക് ചെയ്യുക. എയർഫോഴ്സ് അതിലേക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അയച്ചു തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ സൈറ്റിൽ കയറി ലെഫ്റ്റ് സൈഡിലായിട്ട് ഇടത് ഭാഗത്തായിട്ട് 3 ഡോട്ട്സ്, ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിന്നാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപേക്ഷിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മറക്കേണ്ട.